മത്സരിച്ചിട്ട് 1ാം സ്ഥാനം കിട്ടണമെങ്കിൽ ഇയാൾ എത്ര വലിയ നുണയനായിരിക്കണം? നിങ്ങൾ ആലോചിച്ച് നോക്കി. സംസ്ഥാന തലത്തിൽ നുണ പറഞ്ഞിട്ട് ഇയാൾ ജയിക്കുക. അപ്പൊ ഇയാൾ എത്ര വലിയ കരുമ്പൊള്ളനായിരിക്കണം? ആ കരുമ്പൊള്ളന് കിട്ടിയ സമ്മാനമാണ് 5 റെക്സോണ സോപ്പ്. ആ 5 റെക്സോണ സോപ്പ് കൊണ്ട് കഴുകിയാൽ തീരുന്നതാണോ ഈ പാപം? നോക്കൂ നിങ്ങൾ, മൗലവിമാർ മുഖാമുഖം അന്ന് കിട്ടിയ ആ സമ്മാനവുമായി അദ്ദേഹം അത് അനുസ്മരിക്കുന്നത് നമുക്ക് ദർശിക്കാം. അബ്ദുറഹ്മാൻ കടപ്പനാട്ടൂരെ കരുത്ത് മുറിയക്കണ്ണി തെക്കൻകുത്തൂര് സരഫ് മുസ്ലിം. സംഘത്തിലുണ്ട്. പിന്നെ ഇത് പിന്നെ ഈ കളവ് പറയല് മത്സരം ഏതാണ്ട് ഞാൻ ഈ MSM സമ്മേളനം ഉണ്ടാവും, സംസ്ഥാന സമ്മേളനം ഉണ്ട് തൃശ്ശൂരിൽ വെച്ച്. അതിന് മുന്നോടിയായിട്ട് ഏതാണ്ട് മാസങ്ങൾ മുമ്പായിട്ടാണ് പിന്നെ ഈ കോഴിക്കോട് അങ്ങോട്ട് മേപ്പയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പൊ ഈ വിമത ഗ്രൂപ്പിന്റെ നേതാവ് അബ്ദുറഹ്മാന്റെ ആ നാട്ടിൽ വെച്ച് അവിടെ ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് ആരാലും അറിയപ്പെടാത്ത പിന്നെ ഒരു മലമ്പ്രദേശ് സ്കൂളിൽ വെച്ചിട്ടാണ് പരിപാടി. അപ്പൊ ഇതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് കുറെ ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ട് ഇതിനെ ആകർഷിച്ച് പിന്നെ ഈ വീസിന്റെ പ്രവർത്തനം അത് അത്രയും ഞങ്ങൾക്ക് മണ്ടയിൽ കയറി. അത് ഞങ്ങൾ ബ്രെയിൻ വാഷ് ഇതാണ് സമ്മേളനത്തിന് മുമ്പായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അവിടെ സംഘടിപ്പിച്ച് ഇതിന്റെ പിന്നെ അലി അസ്ഗർ അലി, അതുപോലെ തന്നെ കുട്ടി സുലമി, അതേപോലെ അലി പത്തനാപുരം, ഇങ്ങനെയുള്ള പല നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ അണ്ടറിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതൊരു കളവ് പറയൽ മത്സരം എന്നുള്ള നിലക്ക് മാത്രം സംഘടിപ്പിച്ചതല്ല, മറിച്ച് ഇതിന്റെ മുന്നോടിയായിട്ട് പല മത്സരങ്ങളുണ്ടായിരുന്നു. ആ മത്സരത്തിൽ ഒരു ഇനം കൂടി ഇത് കൂട്ടിച്ചേർത്തു. അതായത് ഇപ്പൊ തന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ, വിവിധ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മിമിക്രി, അതുപോലെ തന്നെ പ്രച്ഛന്ന വേഷം, അതുപോലെ തന്നെ കയറിൽ തൂങ്ങിയിട്ടുള്ളൊരു മത്സരം, പിന്നെ അക്കൂട്ടത്തിൽ വേറെ, അതുപോലെ പിന്നെ കളവ് പറയൽ മത്സരം. ഈ കളവ് പറയൽ മത്സരം ഞങ്ങളെ അസ്ഗറിൽ കഴിവാണ് ഇത് അടുത്ത ഇന്നതാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞു ഞങ്ങളെ ഈ സ്റ്റൈലിരിക്കുന്ന ഈ സാമാജികരുണ്ടല്ലോ, ഇവർ പറഞ്ഞു നമ്മൾ മുസ്ലിംകളെ എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് മുജാഹിദുകൾ എന്നുള്ള നിലയ്ക്ക് കളവ് മത്സരം ഒക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും, അത് നമുക്ക് ഭൂഷണമാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ അസ്ഗറിൽ എന്നാണ് അതിന് മറുപടി പറഞ്ഞത്. അതായത് ഇതിന്റെ കാലത്തൊക്കെ ചില യുദ്ധങ്ങളിൽ സഹാബികളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ അങ്ങനെ പരിപാടി സംഘടിപ്പിച്ചു. ഞങ്ങളൊക്കെ ഞങ്ങൾ നേതാക്കന്മാരല്ലേ, ഞങ്ങളെക്കാളും കൂടുതൽ പാണ്ഡിത്യം അതുപോലെ തന്നെ നമുക്ക് വേട് വരുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങളങ്ങനെ വിശ്വസിച്ചു പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുത്തുന്ന ഓരോ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചും ഓരോരുത്തർ ഈ മത്സരത്തിൽ പങ്കെടുത്തു. അങ്ങനെ ഞങ്ങളെ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ഞാനാണ് പങ്കെടുത്തത്. ഈ ഗ്രൂപ്പ് നിർദ്ദേശിച്ച് നിങ്ങൾ പങ്കെടുത്താൻ മതിയാണ്. അങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തു എന്നല്ല, എനിക്കാണ് അതിന്റെ ഫസ്റ്റ് കിട്ടിയത്. കൂടുതൽ പോയിന്റ് നേടിയെന്നുള്ള നിലയ്ക്ക് കലാപ്രതിഭ എന്നുള്ള നിലക്കും എന്നാണ് പങ്കെടുത്തത്. അതുപോലെ തന്നെ സമ്മാനങ്ങൾ കിട്ടിയത് പിന്നെ 6ഓളം സോപ്പിന്റെ പിന്നെ അതുപോലെ തന്നെ റെക്സോണ സോപ്പ് ഇതൊക്കെ കിട്ടി. അതിലിപ്പോ ആ സമ്മാനത്തിൽ ഒന്നാണിത്, ഒരു സോപ്പും പറ്റിയാണിത്. അതായത് വീലക്സ് അമല എന്ന് പറയുന്ന സോപ്പും പറ്റിയാണ് അന്ന് കിട്ടിയ സമ്മാനമാണത്. ഇതിപ്പോ ഇത്രയും കൊല്ലത്ത് സൂക്ഷിക്കാനെന്താ കാരണം എന്ന് വെച്ചാൽ വേറെയും കുറെ സോപ്പും പറ്റി ഉണ്ടായിരുന്നില്ല. അങ്ങനെ കിട്ടിയ ആളുകൾ തെക്കൻകുത്തൂര് മസ്ജിദിലേക്ക് വന്നപ്പോ, ഈ പള്ളിയിലേക്ക് വന്നപ്പോ എന്റെ ഭാര്യ പല സാധനങ്ങളും ഓരോ ബാഗിലേക്ക് വന്നപ്പോ കൂടി കൂടെ കരുതി. അപ്പൊ ഞാൻ ഈ സോപ്പും പെട്ടി അതുപോലെ തന്നെ കടയിൽ കയറിയിരുന്നെങ്കിലും വീട്ടിലുള്ള സാധനം മേടിക്കുമ്പോൾ സോപ്പ് കാണുമ്പോൾ എനിക്ക് ആ മത്സരം പറഞ്ഞത്. ഇപ്പൊ റെക്സോണ സോപ്പ്, അതാണ് റെക്സോണ സോപ്പ് എനിക്കൊരു സമ്മാനം കിട്ടിയത്. അതേപോലെ തന്നെ ഈ സോപ്പും പെട്ടി എങ്ങനെ അത് അന്ന് വേറൊരു കാര്യമുണ്ട്. വളരെ രഹസ്യമായിരുന്നു ഇതിന്റെ സ്വഭാവം. ആരാല് ചോദിച്ചാലും ഇതിന്റെ രഹസ്യ സ്വഭാവങ്ങൾ ആർക്കും കൈമാറാൻ പാടില്ല എന്നൊക്കെ ഇതിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ ഭാര്യ പോലും അറിഞ്ഞിരുന്നില്ല, അങ്ങനത്തെ പരിപാടിക്ക് പോവുകയാണെന്ന് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇസ്ലാമിന്റെ വേറെ പരിപാടിക്ക് പോകാനല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ പരിപാടിക്കൊക്കെ പോകാനെന്നുള്ള നിലയിലാണ് അതൊക്കെ കരുതിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള മത്സരത്തിൽ പങ്കെടുത്തതിനു ശേഷം കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഭാര്യനെ പോലും അറിയിച്ചിരുന്നെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഞാനൊരൊറ്റ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇവര് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചാൽ എങ്ങനെ ഉണ്ടാവും?
ഇവര് നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കാൻ ഒരുങ്ങിപ്പുറപ്പെട്ട വിഭാഗമാണ് എന്നാണ് പറയുന്നത്. ഇവര് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ഇസ്ലാമിക പ്രബോധനം നടത്തുകയും ചെയ്താൽ അതിന്റെ ഫലം എന്തായിരിക്കും? അത് ഇദ്ദേഹത്തിന്റെ നുണപറയൽ മത്സരത്തെക്കുറിച്ചുള്ള അഭിമുഖവും അതുപോലെ ഈ പ്രസംഗവും കേൾക്കുന്ന നിഷ്പക്ഷമതികളും ബുദ്ധിശാലികളുമായ ജനങ്ങൾ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് മാത്രമേ ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നുള്ളൂ. അപ്പൊ ഇവര് നമുക്ക് സമർപ്പിച്ച രണ്ടാമത്തെ സുന്നത്താണ്. നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ സുന്നത്താണ് ഈ നുണപറയൽ മത്സരം. നുണ പറയാൻ വേണ്ടി മത്സരിക്കുക, മിമിക്രി നടത്തി മത്സരിക്കുക, അതുപോലെ കയറിൽ കെട്ടി തൂങ്ങാൻ വേണ്ടി മത്സരിക്കുക. എന്തിനാ ഈ തൂങ്ങണത്? അപ്പുറത്തേക്ക് എത്താൻ തന്നെ. എന്തിനാ അപ്പുറത്തേക്ക് എത്തുന്നത്? അല്ലാഹു അലം. ഇതാണ് മുജാഹിദുകൾ അല്ലെങ്കിൽ വഹാബികൾ കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന മതം എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രചരിപ്പിച്ച മതവുമായി ഈ മതത്തിന് യാതൊരു ബന്ധവുമില്ല. ആ മതം വിശ്വസിച്ച് ആ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിലെത്താനാണോ താല്പര്യം എങ്കിൽ ഈ മതത്തെ കൈയൊഴിഞ്ഞേ പറ്റൂ. വഹാബിസത്തെ പുറംകാലുകൊണ്ട് ചവിട്ടിത്തെറുപ്പിച്ച് കുഴിച്ചു മൂടിയെങ്കിലല്ലാതെ മുസ്ലിമീങ്ങൾക്ക് സ്വർഗത്തിലെത്താനും സത്യമാർഗത്തിലെത്താനും സാധിക്കുകയില്ല എന്ന കാര്യം സഹോദരങ്ങളെ ഞാൻ സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഒന്ന് രണ്ട് ഉദാഹരണങ്ങളെ പറയുന്നുള്ളൂ. രണ്ടാമത്തൊരു സുന്നത്ത്, നേരത്തെ പറഞ്ഞ അബ്ദുസ്സലാം സുല്ലമിയോടൊരു ചോദ്യം. പുടവ വനിതാ മാസിക 2005 മാർച്ചിലക്കം. അതിലേക്ക് അബ്ദുസ്സലാം സുല്ലമിയോടൊരു ചോദ്യം. എന്താ ചോദ്യം? ഒരു സ്ത്രീ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? അന്യപുരുഷന്റെ കൂടെ യാത്ര ചെയ്യാമോ? ഉദാഹരണത്തിന് ഭർത്താവിന്റെ അനുജൻ, ജ്യേഷ്ഠൻ, മരുമകൻ, അതായത് പെങ്ങളുടെ മകൻ എന്നിവരോട് ചേർന്നിരുന്ന് തോളിൽ പിടിച്ച് യാത്ര ചെയ്യുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റല്ലേ? അത് കുഴപ്പത്തിനും തെറ്റിദ്ധാരണക്കും വഴിവെക്കില്ലേ? അന്യപുരുഷന്റെ കൂടെ അന്യ സ്ത്രീക്ക് ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്നാ ചോദ്യം. ഒരു പുരുഷൻ ബൈക്ക് ഓടിക്കുമ്പോ അതിന്റെ പിന്നിലിരിക്കുന്ന സ്ത്രീ ആ ബൈക്കിൽ തന്നെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രൂപം, കോലം അത് ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഈ അന്യപുരുഷനുമായി അന്യ സ്ത്രീക്ക് യാത്ര ചെയ്യുന്നതിന്റെ വിധി എന്താണ്? അതിന്റെ രൂപം എന്താണ്? അത് അനുവദനീയമാണോ എന്ന് അബ്ദുസ്സലാം സുല്ലമിയോട് ചോദിക്കുമ്പോൾ മൂപ്പറ മറുപടി എന്തായോ? അതിന് കുഴപ്പമൊന്നുമില്ല, 24 മണിക്കൂറിനകം തിരിച്ചേൽപ്പിക്കണം എന്നാണ്. പെണ്ണിനെ അന്യപുരുഷനെ ബൈക്കിൽ പിന്നിലിരുത്തി യാത്ര ചെയ്യാം, പക്ഷേ 24 മണിക്കൂറിനകം തിരിച്ചേൽപ്പിക്കണം. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറയുന്നത് അന്യപുരുഷനായ ഒരു ഡ്രൈവർ മാത്രം നിയന്ത്രിക്കുന്ന എന്ന് പറഞ്ഞ മറുപടി തുടങ്ങിയിട്ട് അവസാനം അദ്ദേഹം പറയുന്നു, എന്നാൽ ഇസ്ലാം നിർദ്ദേശിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് ഒരു രാത്രിയും പകലും ദീർഘമാകാത്ത യാത്ര ചെയ്യുന്നത് നിഷിദ്ധമാണെന്ന് പറയാൻ വ്യക്തമായ തെളിവുകൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഒരു രാത്രിയും പകലും എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ, ആ 24 മണിക്കൂറിനകം തിരിച്ചേൽപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അതിനെതിരായ തെളിവുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇയാളിപ്പോ ഈ അന്യപുരുഷനും അന്യ സ്ത്രീയും ബന്ധപ്പെട്ടുണ്ടാകുന്ന കുഴപ്പങ്ങൾ, ആ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കണമെന്ന് സൂചിപ്പിക്കാനാണ് അദ്ദേഹം 24 മണിക്കൂറിനകം തിരിച്ചേൽപ്പിക്കണം എന്ന് പറയുന്നത്. അപ്പൊ പ്രശ്നത്തിന് ഇപ്പൊ പെൺവാണിഭത്തിന് ഇപ്പൊ എത്ര മണിക്കൂർ വേണം? പെൺവാണിഭത്തിന് സുഹൃത്തുക്കളെ എത്ര മണിക്കൂർ വേണം? പണ്ട് ഈ മൗലവി തന്നെയാണ് പണ്ട് പറഞ്ഞ ജനാപത്തുണ്ടായ കുളിക്കണ്ട, ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് പറയാം. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ മനുഷ്യൻ 24 മണിക്കൂറിനകം പെണ്ണിനെ തിരിച്ചേൽപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ വിശദീകരിക്കുന്നുണ്ട്. ഭർത്താവിന്റെ അനുജൻ, ജ്യേഷ്ഠൻ മുതലായവരുടെ കൂടെയൊക്കെ സ്ത്രീക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നതിന് വിരോധമില്ല. അപ്പൊ ഇതാണ് ഒരു പുണ്യകർമ്മം. രണ്ടാമത്തെ പുണ്യകർമ്മം മുജാഹിദുകൾ സ്ഥാപിച്ച പുണ്യകർമ്മമാണിത്. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നു, അന്യപുരുഷന്റെ കൂടെ അന്യ സ്ത്രീക്ക് ബൈക്കിലിരുന്ന് യാത്ര ചെയ്യാൻ പാടില്ലെന്ന് മാത്രമല്ല സഹോദരങ്ങളെ, അന്യപുരുഷനും അന്യ സ്ത്രീയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നത് പോലും പരിശുദ്ധ ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത്, മറ്റാരുമില്ലാത്ത ഒരു വിജനമായ സ്ഥലത്ത് അന്യ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് കൂടുന്നത് പോലും ഇസ്ലാം വിലക്കിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂല് വിലക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് ഈ മൗലവി പറയുന്നത് 24 മണിക്കൂറിനകം തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല.
ഇനി നിങ്ങൾ നോക്കൂ, മൂന്നാമത്തെ ഒരു സുന്നത്ത്. കേരളത്തിലെ മുജാഹിദുകള് നമ്മളെ കൂട്ടുപ്രാർത്ഥനയും ഇസ്തിഗാസയും മാലിയും മൗലൂദും യാസീനും ഹദ്ദാദും റാത്തീബും ഒക്കെ എടുത്തു കളഞ്ഞിട്ട് തൽസ്ഥാനത്ത് ഇവര് സ്ഥാപിച്ച സുന്നത്തുകളാണ് നമ്മൾ എണ്ണി പറയണത്. രണ്ടെണ്ണപ്പം കണ്ടില്ലേ? ഇനി മൂന്നാമത്തത്, പള്ളിയിൽ വെച്ച് ബലാത്സംഗം ഉദ്ഘാടനം ചെയ്തു. ഇതാ മൂന്നാമത്തെ സുന്നത്ത്. കേരളത്തിൽ ആദ്യമായി സഹോദരങ്ങളെ സ്ത്രീകൾ ജുമാഅത്ത് പള്ളിയിലെത്തിയത് എടവണ്ണ പഞ്ചായത്തിലെ ഒതായി എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ ഒതായി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ആദ്യമായി ഒരു പെൺകുട്ടി ബലാത്കാരത്തിന് വിധേയമായത്. പെൺകുട്ടികൾ പലപ്പോഴും പെണ്ണുങ്ങൾ ബലാത്സംഗവും വ്യഭിചാരവും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. പക്ഷേ പള്ളിയിൽ വന്നിട്ട്, അതും റസൂലുള്ളാഹിന്റെ ദീനിന്റെ പേരിൽ, ഹദീസിന്റെ പേരിൽ സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുവന്ന് വ്യഭിചാരത്തിന് വിധേയമാക്കിയത്, ബലാത്കാരത്തിന് വിധേയമാക്കിയത് കേരളത്തിലെ ബഹുമാനപ്പെട്ട വഹാബിസമാകുന്നു എന്ന ചരിത്ര സത്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇത് ചന്ദ്രിക 7/10/1983 പ്രസിദ്ധീകരിക്കപ്പെട്ട ചന്ദ്രികാ ദിനപത്രം. ചന്ദ്രികാ ദിനപത്രത്തിന്റെ ഒരു ലേഖനം, 9കാരിയെ ബലാത്സംഗം ചെയ്തതിന് തടവ് ശിക്ഷ. മഞ്ചേരി ഒക്ടോബർ 6, 9 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച കുറ്റത്തിന് എടവണ്ണ പഞ്ചായത്തിലെ പെരകമണ്ണ വില്ലേജിൽ തോടിയിൽ താമസിക്കുന്ന പള്ളിപ്പറമ്പൻ ആലി മാസ്റ്ററെ മഞ്ചേരി അസിസ്റ്റന്റ് സെഷൻസ് കോടതി 1.5 കൊല്ലത്തെ തടവിന് ശിക്ഷിച്ചു. 1982 നവംബർ 23 കേസിനാസ്പദമായ സംഭവം നടന്നത്. ഒതായി GMUP സ്കൂളിലെ 4ാം തരം വിദ്യാർത്ഥിനിയെ അതേ സ്കൂളിലെ അധ്യാപകനായ അലി ഒതായി ജുമുഅത്ത് പള്ളിയിൽ വെച്ച് ബലാത്സംഗത്തിന് ശ്രമിച്ചതിന് നിലമ്പൂർ പോലീസ് ചാർജ് ചെയ്തതാണ് ഈ കേസ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പ്രായത്തില് 9 വയസ്സ്. 9 വയസ്സായ കുട്ടി നിസ്കരിക്കാനെത്തിയതാ പള്ളിയിൽ. ഈ ആലിപ്പറമ്പൻ ആലി എന്ന് പറയുന്ന, പള്ളിപ്പറമ്പൻ ആലി എന്ന് പറയുന്ന ആളാരാ? ഒതായി പള്ളിയിലെ ഖത്തീബ്. ഒതായി പള്ളിയിലെ ഖത്തീബാ. ആ ഖത്തീബ് 9 വയസ്സുള്ള ഒരു പെൺകുട്ടി പള്ളിയിലേക്ക് ചെന്നപ്പോ മൂപ്പരക്ക് എന്തൊക്കെയോ ഒരു അസുഖം. ആ കുട്ടിനെ കൈകാര്യം ചെയ്തു, അതിന് കേസെടുത്തു, 1.5 കൊല്ലത്തെ തടവിന് ശിക്ഷിച്ചു. സഹോദരങ്ങളെ, ബുഖാരിയുടെ ഒരു ഹദീസിലുണ്ട്, എന്താ അറിയോ? പഴയ ഉസ്താദുമാരൊക്കെ വാദം പറയലുണ്ട്, പഴയ കാരണന്മാരൊക്കെ നടപ്പാക്കി ചെയ്തിരുന്നു. ബുഖാരിയുടെ ഹദീസാണ്. നേരത്തെ ജുമാഅത്ത് പള്ളിയിലെത്തുന്ന ആൾക്ക് ഒട്ടകത്തിനറുത്ത് ദാനം ചെയ്ത കൂലി കിട്ടുന്ന, നേരത്തെ പള്ളിയിലെത്തുന്ന ആൾക്ക് ഒട്ടകത്തറുത്ത് ദാനം ചെയ്ത കൂലി. സമയം താമസിക്കും തോറും അത് പശുവിന്റെ കൂലിയാകും, പിന്നീട് ആടിന്റെ കൂലിയാകും, പിന്നീട് കോഴിയുടെ കൂലിയാകും, പിന്നീട് മുട്ട ദാനം ചെയ്ത കൂലിയാകും. അങ്ങനെ കൂലി ഇങ്ങനെ ചെറുതായി വരും. അപ്പോ നേരത്തെ ജുമാക്ക് പള്ളിയിലെത്തിയാൽ ഒരു ഒട്ടകത്തിന് അറുത്ത ദാനം ചെയ്ത കൂലി കിട്ടുമെങ്കിൽ, സഹോദരങ്ങളെ, കേരളത്തിലൊക്കെ ഒരു ഒട്ടകത്തിന് അറുക്കണമെങ്കിൽ പൈസ എത്ര വേണം? 40,000 60,000 രൂപ ഒരു ഒട്ടകത്തിന് കിട്ടുമോ? അപ്പൊ ഒരു ദിവസം നേരത്തെ പള്ളിയിൽ പോയാൽ ഒട്ടകത്തിന് അറുത്ത് ദാനം ചെയ്ത കൂലി കിട്ടുമെന്ന് ഹദീസിലുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒതായി മഹലിലെ ഒരു പെണ്ണ് നേരത്തെ ജുമാക്ക് ഒട്ടകത്തിന്റെ കൂലി ഇട്ടാൻ വേണ്ടി പള്ളിയിൽ ചെന്നതാ. ഒട്ടകത്തിന് അറുത്ത് ദാനം ചെയ്ത കൂലി പള്ളിക്കത്തെ ഖത്തീബ് റൊക്കായിട്ടാണ് കൊടുത്തു എന്നാണ് ചന്ദ്രിക പറയുന്നത്. ഇതാണ് വഹാബിസം നടപ്പാക്കിയ 4ാമത്തെ സുന്നത്ത്. ഈ സുന്നത്തും കൊണ്ട് എത്ര ആൾ സ്വർഗത്തിലെത്തും? ഈ സുന്നത്തും കൊണ്ട് എത്ര ആളുകൾ സ്വർഗത്തിലെത്തും? നുണ പറയൽ മത്സരം എന്ന സുന്നത്തും കൊണ്ട് എത്ര ആളുകൾ സ്വർഗത്തിലെത്തും? ബലാത്സംഗവും കൊണ്ട് എത്ര ആളുകൾ സ്വർഗത്തിലെത്തും? സഹോദരങ്ങളെ, ഇത് ആലോചിക്കേണ്ടത് നമ്മള് വഹാബിസത്തിന് 80 വയസ്സ് പൂർത്തിയായി നിൽക്കുന്ന ഈ വൃദ്ധ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, ഇത് നാം ആലോചിക്കണം. വഹാബിസത്തിൽ അകപ്പെട്ടു പോയ, ആ പ്രസ്ഥാനത്തെ അറിഞ്ഞോ അറിയാതെയോ സ്വീകരിച്ചു പോയ ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവർക്ക് പുനരാലോചന നടത്താൻ സമയമായിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഇതിലേറെ രസമുള്ള വേറൊരു സുന്നത്ത്? 5ാമത്തെ സുന്നത്ത്. കുറെ സുന്നത്തുണ്ട്, അതിൽ കുറച്ച് പ്രധാനപ്പെട്ടത് തന്നെ പറയാം. മുജാഹിദുകള് ഈ നേർച്ച ഉണ്ടാവുമ്പോ, കൊണ്ടോട്ടിയിൽ നേർച്ച നടക്കും, അതുപോലെ പല സ്ഥലത്തും നേർച്ച നടക്കുമല്ലോ. ആ നേർച്ച നടക്കുന്ന സമയത്ത് കുറെ ആളുകൾ അവിടെ തോന്നിവാസങ്ങൾ ചെയ്യും. ചെണ്ട കൊട്ടും, മദ്ദളം കൊട്ടും, ഇങ്ങനെ പൂരം കളിക്കണമാരൊക്കെ കളിക്കും. സുന്നത്തിയമായത്തിന്റെ ആലിമീങ്ങൾ എന്ത് പറയും? അത് പാടില്ല, അത് ഹറാമാണ്, ചെയ്യാൻ പാടില്ല എന്ന് പറയും. ഇപ്പൊ നമ്മുടെ തിരൂരിനടുത്ത പുതിയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള നേർച്ച എന്ന പേരിൽ ഒരു പൂരം നടന്നിരുന്നു. ആ നേർച്ച എന്ന പേരിൽ പൂരം നടന്നപ്പോ അതിനെതിരെ രംഗത്ത് വന്നത് SYSന്റെയും SSFന്റെയും പ്രവർത്തകന്മാരാ. അങ്ങനെ അത് അവർ നിർത്തിവെച്ചു. അവിടെയുള്ള മുത്തവല്ലിയെ സ്വാധീനിച്ചും അദ്ദേഹത്തെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയും ആ അനാവശ്യമായ നേർച്ച നിർത്തിവെച്ചു.
അങ്ങനെ സുന്നത്തിയമായിട്ട് അംഗീകരിക്കുന്ന നേർച്ചുണ്ട്. അതെന്താ? ഖുർആൻ പാരായണം ചെയ്യുക, കൂട്ട സിയാറത്ത് നടത്തുക, അവിടെ മൗലിദ് പാരായണം നടത്തുക, പാവങ്ങൾക്ക് അന്നദാനം ചെയ്യുക, ഇതൊക്കെയാണ് നേർച്ച. ആ നേർച്ച അവിടെ നടപ്പിൽ വരുത്തി. അപ്പൊ ചെണ്ടയും മേളവും മദ്ദളവും പൂരവും ആനയും പുലിയും കളിക്കുന്ന നേർച്ച തന്നെ പുതിയങ്ങാടിയിൽ നടക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത് ആരാണ്? അവിടുത്തെ വഹാബികളാണ്. കാരണം എന്താ? വഹാബികൾക്ക് ഇതിവിടെ നിലനിൽക്കണം. അതേപോലെ ചില നേർച്ചകളിൽ ഇസ്ലാം അനുവദിച്ച കുറെ കാര്യങ്ങൾ നടത്തും. ഇപ്പൊ ദഫ് മുട്ടും ചിലപ്പോ, അല്ലെങ്കിൽ അറവണ മുട്ടും. ഇങ്ങനെ ഇസ്ലാം അനുവദിച്ച മുട്ടുകളും അതുപോലെ തന്നെ ഉപകരണങ്ങളും ഒക്കെ ആയിട്ട് നേർച്ച നടക്കും. എന്നാൽ ഈ ഒരു നേർച്ചയിൽ ഏതെങ്കിലും ഒരു സാധു മനുഷ്യൻ ഒരു ദഫ് മുട്ടിയാൽ, ഒരു അറവണ മുട്ടിയാൽ, ഒന്ന് ശബ്ദമുണ്ടാക്കിയാൽ, ഓ നരകത്തിലേക്കത പോടോ എന്ന് പറഞ്ഞിട്ട് മുജാഹിദുകൾ ഒച്ചിമിളി കൂട്ടും, ബഹളം കൂട്ടും. അല്ലേ? കേരളത്തിന്റെ എല്ലാ തെരുവുകളും നമ്മളത് കണ്ടതല്ലേ? നേർച്ച പൂരങ്ങളാണെന്നും ആ പൂരങ്ങളിൽ ദഫടിക്കുന്നതും അറവണ മുട്ടുന്നതും അത് പൂരത്തിന്റെ പരിപാടിയാണെന്നും അമ്പലത്തിലെ ഉത്സവമാണെന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിച്ച എത്രയോ മുജാഹിദ് മൗലവിമാരുണ്ട്. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വഹാബികൾ നടത്തിയ പ്രചരണങ്ങൾ സ്ക്രീന് വെച്ചുകൊണ്ട് കൊണ്ടോട്ടി നേർച്ചയിലും മണത്തല നേർച്ചയിലും പട്ടാമ്പി നേർച്ചയിലും ആന വരുന്നതും കോഴി കൂവുന്നതും ഇതൊക്കെ സ്ക്രീനിൽ പകർത്തി ജനങ്ങളെ കേൾപ്പിക്കുകയും കാണിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ കീഴിലല്ല പട്ടാമ്പി നേർച്ച നടക്കുന്നത്. സമസ്തയല്ല കൊണ്ടോട്ടി നേർച്ച നടത്തുന്നത്. സമസ്തയോ SYSO അല്ല മണത്തല നേർച്ച നടത്തുന്നത്. അത് നടത്തുന്നത് വഹാബികളും രാമൻ നായർമാരും ഹൈന്ദവ സുഹൃത്തുക്കളും ക്രൈസ്തവ സുഹൃത്തുക്കളും അങ്ങനെയുള്ള ഒരു ജനക്കൂട്ടം അവരാണ് നടത്തുന്നത്. ആ നേർച്ച നടത്തുന്നതിന്റെ പിന്നിൽ അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്. ലക്ഷോപലക്ഷം എന്ന ജനങ്ങൾ ഒരു നാട്ടിൽ സംഘടിക്കും. അങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ കച്ചവടം നടക്കും. കച്ചവടം നടക്കുമ്പോൾ ലാഭമുണ്ടാക്കാം. ഇതാണ് നേർച്ച നടത്തുന്നവരുടെ ലക്ഷ്യം. അല്ലാതെ സുന്നത്തും സിയാറത്തും ഖുർആൻ പാരായണവും അതൊന്നും അവരുടെ ലക്ഷ്യമല്ല. അത് സമസ്തയോ SYSO നടത്തുന്നതുമല്ല. പക്ഷെ എന്നിട്ടും നാട്ടിൽ നടക്കുന്ന തോന്നിവാസങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ സമസ്തന്റെ തലയ്ക്ക്. നാട്ടിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, എവിടെങ്കിലും ഒരു സ്കൂൾ ഉണ്ടായാൽ അത് വഹാബികളാണ്. എവിടെങ്കിലും ഒരു കോളേജ് ഉണ്ടായാൽ അത് വഹാബികളാണ്. ഏതെങ്കിലും ഒരു നല്ല കാര്യം എവിടെങ്കിലും ഉണ്ടായാൽ അത് വഹാബികളാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 8 കാലി മമ്മുഞ്ഞിയെപ്പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണിന് എവിടെയെങ്കിലും ഗർഭമുണ്ടായാൽ ആ ഗർഭത്തിന്റെ ഉത്തരവാദി ഞാനാണ് എന്ന് വിളിച്ചു പറയുന്ന 8 കാലി മമ്മുഞ്ഞിയെപ്പോലും നാണിപ്പിക്കുന്ന അവകാശവാദങ്ങൾ മദ്രസയുടെ പേരിൽ, സ്കൂളിന്റെ പേരിൽ, പുരോഗമന പ്രവർത്തനങ്ങളുടെ പേരിൽ സഹോദരങ്ങളെ കേരളത്തിൽ വഹാബികൾ നടത്തുകയുണ്ടായി. നേർച്ചയുടെയും മറ്റു തോന്നിവാസങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് അത് പൂരമാണ് എന്ന് പറഞ്ഞ് സുന്നികളെയും സമസ്തയെയും അതിന്റെ നേതാക്കളെയും ഇവർ കളിയാക്കി. എന്നാൽ ഇപ്പൊ ഇവർ നടത്തുന്ന ചില നേർച്ചകളുണ്ട്. വഹാബികൾ നടത്തുന്ന ചില നേർച്ചകൾ. സലഫി എന്ന് പറഞ്ഞാൽ ആരാ? സലഫുസ്വാലിഹികൾ എന്ന് പറഞ്ഞ സ്വഹാബത്താ. ആ സ്വഹാബത്തിന്റെ പേരിൽ സംഘടിച്ച ആൾക്കാരാണ് മുജാഹിദുകൾ. പഴയകാലത്ത് ഇവർക്ക് പേര് വഹാബികൾ എന്നായിരുന്നു. അത് കുട്ടികളെല്ലാം കൂടി വഹാബി പറഞ്ഞ് അത് വഹാബിയായി വക്കാബിയായി. അവസാനത്ത് കേൾക്കുമ്പോൾ ഒരു സുഖല്ല. വഹാബി ഒഹാബിയായി, ഒഹാബി ഒക്കാബിയായി. ഇത് കേൾക്കുമ്പോൾ ഒരു സുഖല്ല. അപ്പൊ ഇവര് പേര് മാറ്റിയിട്ട് കേരള നദ്വത്തുൽ മുജാഹിദീൻ, നദ്വത്ത് എന്നുള്ള പേരാ പിന്നെ വന്നത്. അത് കേട്ടപ്പോ SSFകാർ പ്രസംഗിച്ചു, എന്ത് പേരുകൾ സ്വീകരിച്ചാലും ഈ നദ്വത്ത് എന്നുള്ള പേര് മാറ്റണം. കാരണം ഞങ്ങളുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി അബൂജാഹിലും കൂട്ടരും യോഗം കൂടിയ ഓഫീസിന്റെ പേരാണ് നദ്വത്ത്. അതുകൊണ്ട് ആ നദ്വത്ത് എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വേദനയാണ്. അതുകൊണ്ട് അതൊന്ന് മാറ്റണം എന്ന് മുജാഹിദിനോട് അഭ്യർത്ഥനാശരത്തിൽ SSFകാരും SYSകാരും പറഞ്ഞു. അബൂജഹലും കൂട്ടരും ഈ ബിലീസിന്റെ അധ്യക്ഷതയിൽ യോഗം കൂടിയത് നദ്വത്തിലാണല്ലോ, റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി. അതേ പേരെന്നെ മുജാഹിദിനും. ഇപ്പോ മുജാഹിദിന് ഇങ്ങനെ തോന്നിത്തുടങ്ങാണ് നദ്വത്തൊരു സുഖല്ല. സഹോദരങ്ങളെ, പിന്നീട് നദ്വത്ത് എന്നുള്ള പേര് മാറ്റി. ഇപ്പോ ഇവര് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പേരാണ് സലഫികൾ. മസ്ജിദു സലഫി, സലഫി സമ്മേളനം, സലഫി മദ്രസ, അങ്ങനെ സലഫി. ഇനി ഈ സലഫി മാറിയിട്ട് ചിലപ്പോ ചലപ്പിയാവും. അത് എന്നാണ് പേര് മാറുക എന്ന് പറയാൻ പറ്റൂല. ഏതായാലും ഇപ്പൊ നിലവിലുള്ളത് സലഫിയാണ്. 8 മണി മുതൽ 11 മണി വരെ 3 മണിക്കൂർ സമയം ഞാൻ നിങ്ങളോട് സംസാരിച്ചതും നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്നതും
കേരളത്തിലും ലോകത്തും വഹാബിസം നടപ്പിൽ വരുത്തിയ തോന്നിവാസങ്ങളാണ്.